250+ ടോട്ടൽ, റെക്കോർഡ് വേഗത്തിലുള്ള 200+ റൺ ചേസുകൾ, ലാസ്റ്റ് ഓവർ വരെ നീണ്ട ത്രില്ലർ ഡ്രാമകൾ, ലോ സ്കോറുകൾ ഡിഫെൻഡ് ചെയ്ത സീറ്റ് അടിച്ച് മാച്ചസ്. പാതിയോടടുക്കുമ്പോഴേ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ പോകുന്ന എല്ലാം സമ്മാനിച്ച ഒരു IPL ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ കോഹ്ലിയും രോഹിത്തും ബാറ്റ് കൊണ്ട് കത്തിക്കുമ്പോൾ മറുപുറത്ത് ഭുവനേശ്വർ കുമാർ വിൻറ്റേജ് മൂവിയിലേക്കുള്ള കംബാക്കിലാണ്. മഹേന്ദ്ര സിംഗ് ധോണി ഇതുവരെ കളിച്ചിട്ടില്ല എന്നതും ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ ആരാധകർക്ക് IPL ആവേശം അതിൻ്റെ പാരമ്യത്തിലാണ്. സീനിയർ താരങ്ങൾ സ്ഥിരം അരങ്ങുവാഴുന്ന IPL വേദിയിൽ ഇക്കുറി കത്തിക്കയറുന്ന ഒരുപാട് യുവതാരങ്ങളുണ്ട്. ദേശീയ കുപ്പായം കാത്തിരിക്കുന്ന അൺക്യാപ്ഡ് താരങ്ങൾ. അത്തരം അൺക്യാപ്ഡ് താരങ്ങളെ വെച്ചുള്ള ഒരു ബെസ്റ്റ് 11 ഒന്ന് നോക്കാം. ഓപ്പണർ റോളിലെ ആദ്യ പേരിൻ്റെ കാര്യത്തിൽ സംശയം ഏതുമില്ല. യെസ്, വൈഭവ് സൂര്യവംശി, രാജസ്ഥാന്റെ 15-കാരൻ വെടിക്കെട്ട് ഓപ്പണർ. ഓറഞ്ച് ക്യാപ്പ് തലയിൽ വെക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തം പേരിൽ ചേർത്താണ് വൈഭവ് ഈ സീസൺ അടയാളപ്പെടുത്തുന്നത്. മുന്നിലെത്തുന്നത് സാക്ഷാൽ ജസ്പ്രീത് ബുംറയാണോ ഇനി സുനിൽ നാരായണാണോ എന്നതുപോലും വകവെക്കാതെയുള്ള തന്റെ പതിവ് ഫിയർലെസ് അപ്രോച്ച് തന്നെയാണ് ഈ കൗമാര താരത്തിനെ വീണ്ടും സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കുന്നത്. 6 ഇന്നിംഗ്സിൽ 236.53 സ്ട്രൈക്ക് റേറ്റിൽ 246 റൺസാണ് വൈഭവിന്റെ ആകെ സമ്പാദ്യം. ബാറ്റിംഗ് ആവറേജ് 41. താരത്തിന്റെ ബൗണ്ടറി കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് അടുത്ത ഞെട്ടൽ വരുന്നത്. 24 ഫോറും 20 സിക്സുമാണ് വൈഭവ് ഇതുവരെ അടിച്ചെടുത്തിട്ടുള്ളത്. അതായത് ആകെ നേടിയ 246 റൺസിൽ 216 റൺസും വരുന്നത് ബൗണ്ടറിയിൽ നിന്ന്. അതായത് ബൗണ്ടറി പെർസെന്റേജ് ഏതാണ്ട് 88%. ഒരു ദശാബ്ദത്തിലേറെ IPL കളിക്കുന്ന താരങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത അപൂർവമായൊരു നേട്ടം. പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രൻ സിംഗ്, വൈഭവിന്റെ ഓപ്പണിംഗ് പാർട്ണറുടെ കാര്യത്തിൽ മുന്നിലുള്ളത് ഈ 2 ഓപ്ഷനുകളാണ്. ഇരുവരും ഇതുവരെ നേടിയിട്ടുള്ളത് 211 റൺസ് വീതം. എന്നാൽ വ്യക്തിഗത ഹൈസ്കോറും സ്ട്രൈക്ക് റേറ്റും എല്ലാം പരിഗണിക്കുമ്പോൾ പ്രിയാൻഷ് ആര്യ തന്നെ ആ സ്പോട്ട് ഉറപ്പിക്കും. 5 ഇന്നിംഗ്സിൽ 42.2 ആവറേജിലാണ് പ്രിയാൻഷ് 211 റൺസ് അടിച്ചെടുത്തത്. സ്ട്രൈക്ക് റേറ്റ് 248.23. ഇന്നലെ കേവലം 37 പന്തിൽ 92 റൺസ് അടിച്ചെടുത്ത പ്രിയാൻഷിന്റെ പ്രകടനം പഞ്ചാബിന്റെ വിജയത്തിൽ മുന്നിട്ട് നിന്നു. മറുപുറത്ത് പ്രഭ്സിമ്രനും കേമൻ തന്നെ. 5 ഇന്നിംഗ്സിൽ 52.75 ആവറേജിൽ 171.54 സ്ട്രൈക്ക് റേറ്റിലാണ് താരം 211 റൺസ് നേടുന്നത്. 80 റൺസാണ് സീസണിൽ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. നമ്പർ 3 റോളിൽ ഇന്ത്യൻ അണ്ടർ-19 ടീം നായകൻ ആയുഷ് മാത്രമേ വരൂ. ബേസിക്കലി ഒരു ഓപ്പണറായ ആയുഷ് ചെന്നൈ ഇന്ത്യയിൽ 1 ഡൗണായാണ് കളത്തിൽ ഇറങ്ങാറുള്ളത്. 6 കളിയിൽ 201 റൺസുമായി ചെന്നൈയുടെ നിലവിലെ ടോപ്പ് സ്കോററാണ് താരം. ഓപ്പണർമാർ കളി മറന്ന പല മത്സരങ്ങളിലും ചെന്നൈ ബാറ്റിംഗ് ഓർഡറിനെ വീഴാതെ നിർത്തിയത് ആയുഷിന്റെ ഇന്നിംഗ്സുകളായിരുന്നു. 20 ഫോറും 12 സിക്സുമാണ് ബൗണ്ടറി ഇനത്തിൽ ആയുഷിന്റെ സമ്പാദ്യം. പഞ്ചാബിനെതിരെ നേടിയ 73 റൺസാണ് താരത്തിന്റെ ഉയർന്ന സ്കോർ. 4-ാമൻ അംഗ്രിഷ് രഘുവൻഷിയാണ്. അവസാന 1-2 മത്സരങ്ങളിൽ മോശം ഫോമിലാണെങ്കിലും കൊൽക്കത്തൻ നിരയിൽ ഇതുവരെ മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളിൽ ഒരാൾ രഘുവൻഷിയാണ്. 7 ഇന്നിംഗ്സിൽ നിന്നും സമ്പാദ്യം 200 റൺസ്, ആവറേജ് 33.33, സ്ട്രൈക്ക് റേറ്റ് 142 മുകളിൽ. പാർട്ട് ടൈം വിക്കറ്റ് കീപ്പർ റോളിലും താരത്തെ ടീമിൽ പരിഗണിക്കാം. 5-ാം നമ്പറിൽ സമീർ റിസ്വി. സീസണിന്റെ തുടക്കത്തിൽ കത്തിയ കത്തൽ ഇപ്പോൾ ഒരൽപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മിഡിൽ ഓർഡറിൽ ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ അസാമാന്യ കഴിവുള്ള താരമാണ് ഈ 22-കാരൻ. 5 ഇന്നിംഗ്സിൽ 2 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 151.35 സ്ട്രൈക്ക് റേറ്റിൽ ആകെ നേടിയത് 168 റൺസ്. ഇതിൽ മുംബൈക്കെതിരെ നേടിയ 90 റൺസിന്റെ മാച്ച് വിന്നിംഗ് നോക്കാണ് സീസണിലെ താരത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ്. 6-ാം നമ്പറിൽ 2 ചോയ്സ് ഉണ്ട്. ലക്നൗ നിരയിൽ ഫിനിഷർ റോളിലുള്ള 2 താരങ്ങൾ, മുകുൾ ചൗധരി ആൻഡ് ആയുഷ് ബദോണി. ടോട്ടൽ റൺസിലും സ്ട്രൈക്ക് റേറ്റിലും എന്തിന് വ്യക്തിഗത സ്കോറിലും എല്ലാം ഇരുവരും തുല്യരാണ്. 6 ഇന്നിംഗ്സിൽ 145.09 സ്ട്രൈക്ക് റേറ്റിൽ 148 റൺസാണ് ഇരുവരും നേടിയത്. ഉയർന്ന വ്യക്തിഗത സ്കോർ 54. എന്നാൽ ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സിന്റെ ബലത്തിലും ബാറ്റിംഗ് ആവറേജിന്റെ കാര്യത്തിലും മുകുൾ ചൗധരി ടീമിൽ ഇടം പിടിക്കും. ടീമിന്റെ വിക്കറ്റ് കീപ്പറും താരമായിരിക്കും. ലോവർ ഓർഡറിൽ ഹാർഡ് ഹിറ്റ് ചെയ്ത് കളി ജയിപ്പിക്കാനുള്ള താരത്തിന്റെ മിടുക്ക് കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. കൈവിട്ടുപോയി എന്ന് കരുതിയ ജയമാണ് മുകുൾ ഒറ്റക്കന്ന് ലക്നൌവിന് തിരിച്ചു പിടിച്ചു കൊടുത്തത്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരെ നയിക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പ്രിൻസ് യാദവ്, ലക്നൗ പേസ് നിരയുടെ കുന്തമുന. ആവേശ് ഖാനും മുഹമ്മദ് ഷമിയും തിളങ്ങുമെന്ന് കരുതിയെടുത്ത് നിന്ന് സർപ്രൈസ് എലമെന്റായി അവതരിച്ച ഡൽഹിക്കാരൻ. സീസണിൽ 6 മത്സരങ്ങളിൽ നിന്ന് നേടിയത് 11 വിക്കറ്റുകൾ, എക്കണോമി 8.59. ബാറ്റ്സ്മാനെ കൃത്യമായി ജഡ്ജ് ചെയ്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള താരത്തിന്റെ മിടുക്കാണ് ഈ സീസണിൽ ഉടനീളം നമ്മൾ കാണുന്നത്. പന്തെടുത്ത ലക്നൗ താരങ്ങളൊക്കെ പഞ്ചാബ് ബാറ്റർമാർ കണക്കിന് പ്രഹരിച്ച ഇന്നലത്തെ മത്സരത്തിൽ 10 താഴെ എക്കണോമിയിൽ പന്തെറിഞ്ഞത് പ്രിൻസ് യാദവ് മാത്രമായിരുന്നു. 4 ഓവറിൽ വെറും 25 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ പിടിച്ച താരത്തിന്റെ പ്രകടനമാണ് 300 കടക്കുമെന്ന് തോന്നിച്ച പഞ്ചാബിനെ പിടിച്ചുകെട്ടിയത്. ഇന്ത്യൻ കുപ്പായത്തിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ടെങ്കിലും അൺക്യാപ്ഡ് കാറ്റഗറിയിൽ വരുന്ന താരമാണ് അൻഷുൽ കംബോജ്. 13 വിക്കറ്റുകളുമായി നിലവിൽ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറായ താരം ഇതുവരെ 211 റൺസാണ് വിട്ടുകൊടുത്തത്. എക്കണോമി 9.73. കാര്യമായി തല്ലുകൊള്ളുന്ന ചെന്നൈ ബോളർമാരിൽ ഭേദപ്പെട്ട എക്കണോമിയിൽ പന്തെടുക്കുന്നത് അൻഷുൽ മാത്രമാണ്. 2020 അണ്ടർ-19 ലോകകപ്പ് സെൻസേഷൻ കാർത്തിക് ത്യാഗിയാണ് ടീമിലെ അടുത്ത പേസർ. ആദ്യ മത്സരങ്ങളിൽ മോശം ആക്ഷന്റെ പേരിൽ ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ വിമർശനാപാത്രമായ താരം തുടർന്നുള്ള കളികളിൽ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്.
7 മത്സരങ്ങളിൽ 9.52 എക്കണോമിയിൽ 8 വിക്കറ്റുകളാണ് ഇതുവരെയുള്ള താരത്തിന്റെ സമ്പാദ്യം. മികച്ച സ്റ്റാർട്ട് ലഭിച്ച രാജസ്ഥാനെ ഇന്നലെ 155 എന്ന ചെറിയ സ്കോറിൽ എറിഞ്ഞൊതുക്കുന്നതിൽ ത്യാഗിയുടെ ഓവറുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. 4 ഓവറിൽ 5.50 എക്കണോമിയിൽ 3 വിക്കറ്റാണ് ത്യാഗി ഇന്നലെ നേടിയത്. 3 വർഷം മുമ്പ് IPL അരങ്ങേറിയ വൈശാഖ് വിജയകുമാറാണ് ടീമിൽ അടുത്ത താരം. 6 കളിയിൽ 6 വിക്കറ്റ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യമെങ്കിലും മറ്റു ബോളർമാരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താരത്തിന്റെ 10.05 എക്കണോമി ഭേദപ്പെട്ട പ്രകടനമാണ്. സീസണിൽ ആദ്യ മത്സരത്തിൽ ഗുജറാത്തിനെതിരെ 34 റൺ വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയതാണ് ഇതുവരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ്. 2024 ഒക്ടോബറിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ പരമ്പരയ്ക്ക് ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ അരങ്ങേറിയിട്ടില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ശിവാങ് കുമാറാണ് ടീമിലെ ഏക സ്പിന്നർ. ബാറ്റിംഗിലും ഭേദപ്പെട്ട സംഭാവനകൾ നൽകുന്ന താരം ഓൾറൗണ്ടർ കാറ്റഗറിയിൽ പരിഗണിക്കാവുന്ന കക്ഷിയാണ്. സീസണിൽ 5 ഇന്നിംഗ്സിൽ നിന്നും 5 വിക്കറ്റും 21 റൺസുമാണ് ശിവാങ് നേടിയിട്ടുള്ളത്. അൺക്യാപ്ഡ് കാറ്റഗറിയിൽ മികച്ച റെക്കോർഡുള്ള ഏക സ്പിന്നറും താരം തന്നെ. നേരത്തെ ടീമിൽ ഇടം പിടിക്കാതെ പോയ പ്രഭ്സിമ്രൻ സിംഗ്, ആയുഷ് ബദോണി എന്നിവർക്ക് പുറമെ RCBയുടെ റാസിഖ് സലാംദാർ, ഗുജറാത്തിന്റെ അശോക് ശർമ്മ, സൺറൈസേഴ്സ് പേസർ സാക്കിബ് ഹുസൈൻ എന്നിവരും ഇമ്പാക്ട് ലിസ്റ്റിലും ടീമിലുണ്ടാവും. ഒന്നിലധികം ഇന്റർനാഷണൽ മാച്ച് കളിച്ചവരെ പരിഗണിക്കാത്തതിനാലാണ് RCB നായകൻ രജത് പടിദാർ ലിസ്റ്റിൽ ഇല്ലാതെ പോയത്. 3 ടെസ്റ്റും 1 ഏകദിനവും കളിച്ച പടിദാർ ഇനിയും T20 ടീമിൽ അരങ്ങേറിയിട്ടില്ല. മേൽപ്പറഞ്ഞ ടീമിൽ ആരൊക്കെ ഉടൻ ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടും? വൈഭവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചർച്ചകൾ ബലം കാണുമോ? സച്ചിന്റെ പേരിൽ റെക്കോർഡ് തകർത്തെറിഞ്ഞ് വൈഭവ് 15-ാം വയസ്സിൽ ദേശീയ കുപ്പായം അണിയുമോ? കാത്തിരിക്കാം.